നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. K-Tet നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ? ഈ വിജ്ഞാപനം വന്നതിന് പുറകില് ധാരാളം ആളുകൾ നമ്മുടെ സ്റ്റഡി സെന്ററിലേക്ക് വിളിച്ചിട്ട് എന്താണ് ഇതിനുള്ള യോഗ്യതകൾ, ഞാൻ DED അവസാന വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, എനിക്കിത് അപേക്ഷിക്കാമോ എന്നൊക്കെ ചോദിച്ച് ധാരാളം എൻക്വയറികൾ നമ്മൾക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. കാറ്റഗറി 1-നും കാറ്റഗറി 2-നും കാറ്റഗറി 3-ക്കും അപേക്ഷിക്കേണ്ടുന്ന യോഗ്യതകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ചില അടിസ്ഥാന യോഗ്യതകൾ ഉണ്ട് അല്ലെ? നോക്കാം നമുക്ക് എന്താണ് അടിസ്ഥാന യോഗ്യതകൾ. കാറ്റഗറി 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ പ്രൈമറി ക്ലാസ്സുകളിലേക്ക് പഠിപ്പിക്കാൻ അല്ലെ, അധ്യാപകരാകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ ക്വാളിഫൈ ചെയ്യാനാണ്. LP UP ഒക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് വരാറുണ്ട്. കാറ്റഗറി 1 എന്താണ്? നിർബന്ധമാണ്. അപ്പൊ കാറ്റഗറി 1 ലോവർ പ്രൈമറി ക്ലാസ്സുകളാണ്. അപേക്ഷിക്കാനുള്ള കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്നത് 45% മാർക്കോടുകൂടി ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി പരീക്ഷ പാസ്സായിരിക്കണം. +2 അല്ലെ? ഹയർ സെക്കൻഡറി പ്രത്യേകിച്ച് നോക്കുക കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് പറയുമ്പോഴും ഇത് നമ്മൾക്ക് പറ്റുമോ എന്നുള്ളത് ഇനി ധാരാളം ആളുകൾക്ക് സംശയങ്ങളുള്ള ഒരു മേഖലയാണിത്. 45% മാർക്കോടുകൂടെ ഹയർ സെക്കൻഡറി പാസ്സാകണം, അതല്ലെങ്കിൽ തത്തുല്യം. അത് കൂടാതെ തന്നെ കേരള സർക്കാർ പരീക്ഷാ ബോർഡ് നടത്തുന്ന ട്രെയിൻഡ് ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ പരീക്ഷ പാസ്സായിരിക്കണം. ഇപ്പോൾ ബോർഡ് നടത്തുന്ന ട്രെയിൻഡ് ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ TTCയും DEDും DLD ഇതൊക്കെ ഈ എക്സാമുകൾ എന്തായിരിക്കണം? ഏതെങ്കിലും ഒന്ന് പാസ്സായിരിക്കണം. ഇനി ഇത് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി +DLD അതല്ലെങ്കിൽ 45% മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി പരീക്ഷയോടൊപ്പം NCTയുടെ 2022 ചട്ടങ്ങൾക്കനുസരിച്ച് 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കൂടി നേടിയവർക്കും അപേക്ഷിക്കാം. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷന്റെ 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം? അപേക്ഷിക്കാം. അടുത്തത് അതല്ലെങ്കിൽ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി തത്തുല്യം പാസ്സാവുകയും 4 വർഷത്തെ ബാച്ചിലർ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ യോഗ്യതയും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്കും അപേക്ഷിക്കാം. ഇനി അതല്ലെങ്കിലോ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി തത്തുല്യ ജയത്തോടൊപ്പം 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ അതായത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ യോഗ്യത കൂടി നേടിയവരാകണം. അപ്പൊ ഇത്രയും ആളുകൾക്ക് K-Tet 1-ന് എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലെ? പിന്നെ കേരളത്തിന്റെ എന്താ പറയാ പരീക്ഷാ ബോർഡ്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളൊക്കെ അംഗീകരിച്ച കോഴ്സുകളായിരിക്കണം. ആ വിജയിച്ച ആളുകൾക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാനായിട്ട് അർഹതയുള്ളൂ. നമ്മൾ നോക്കുക, നമ്മളിപ്പോ പല പുറത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകും. നമ്മുടെ കേരള പരീക്ഷാ ബോർഡ് അംഗീകരിച്ചിട്ടുള്ളതാണോ അവിടുത്തെ കോഴ്സുകൾ എന്നുള്ളത് കൂടി എന്ത് ചെയ്യണം? നോക്കണം. അങ്ങനെ അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മളുടെ കയ്യിൽ എപ്പോഴും കരുതുകയും വേണം. പിന്നെ നമുക്കതിന്റെ സിലബസ്, കാര്യങ്ങള്, ചോദ്യയുടെ നിലവാരം ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? നമ്മളിപ്പോ എന്തുമാത്രമാണ് നോക്കുന്നത്? കാറ്റഗറി 1-ന്റെയും കാറ്റഗറി 2, കാറ്റഗറി 3 ഇതിന്റെയൊക്കെ അടിസ്ഥാന യോഗ്യതകളാണ് നോക്കുന്നത്. ഇനി കാറ്റഗറി 2 അതായത് അപ്പർ പ്രൈമറി ക്ലാസ്സുകള് കാറ്റഗറി 2 എന്താണ് അതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്? BEd കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഏതെങ്കിലും ഒരു ബിരുദത്തോടൊപ്പം എലിമെന്ററി എഡ്യൂക്കേഷനിൽ ദ്വിവത്സര ഡിപ്ലോമ TTC
DEd പാസ്സായിരിക്കണം. ബിഎഡ് കോഴ്സിന് നമ്മൾ അപേക്ഷിക്കണമെങ്കിൽ നമുക്കൊരു ബിരുദം വേണം അല്ലെ, അംഗീകരിച്ചിട്ടുള്ള എന്താണ് ഒരു ബിരുദം വേണം. അതിനോടൊപ്പം തന്നെ എലിമെന്ററി എഡ്യൂക്കേഷനിൽ ദ്വിവത്സര 2 വർഷത്തെ ഡിപ്ലോമയോ TTC BEd DEd DLD ഇതേതെങ്കിലും ഒന്ന് പാസ്സായിട്ടുള്ളവർക്ക് കാറ്റഗറി 2 അപേക്ഷിക്കാം. അടുത്തത് അതല്ലെങ്കിൽ 45% മാർക്കോടുകൂടി ബിഎഡ് കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ബിരുദത്തോടൊപ്പം ബാച്ചിലർ ഇൻ എഡ്യൂക്കേഷൻ BEdോ DLD ഈ യോഗ്യത കൂടി ഉണ്ടാകണം. നമ്മൾ അപ്പോഴേ പറഞ്ഞ NCTE സമയാസമയങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ചട്ടങ്ങൾ ബാധകമായിരിക്കും. ഈ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിലും NCTE നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ അവര് കുറെ ഭേദഗതികളും മാറ്റങ്ങൾ അല്ലെ ചട്ടങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആ സമയാസമയങ്ങളിൽ ചിലപ്പോൾ അതിനൊക്കെ എന്ത് വരാം, മാറ്റം വരാം എന്നുള്ളതാണ് അവിടെ ബ്രാക്കറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇനി ഇതല്ലെങ്കിൽ 50% മാർക്കോടുകൂടി ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി പരീക്ഷ അതല്ലെങ്കിൽ അതിന്റെ തത്തുല്യം വിജയത്തോടൊപ്പം 4 വർഷത്തെ ബാച്ചിലർ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ BEd ഇത് ചെയ്തവർക്കും കാറ്റഗറി 2 അപേക്ഷിക്കാം. ഇനി അതല്ലെങ്കിലോ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി തത്തുല്യവും അതിന്റെ വിജയിച്ച ആളുകൾ 4 വർഷത്തെ BSc BA ഇൻ എഡ്യൂക്കേഷൻ BA-Ed അല്ലെങ്കിൽ BSc Ed ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതെങ്കിലും പാസ്സായിട്ടുള്ള ആളുകൾക്ക് കാറ്റഗറി 2 അപേക്ഷിക്കാവുന്നതാണ്. DEd DLD BEd അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മളിപ്പോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, DLD-ന്റെ അവസാന വർഷമാണോ BEd-ന്റെ അവസാന വർഷമാണ് 6ാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൂടുതൽ എൻക്വയറികൾ വരുന്നത്. ഞങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും DEd DLD BEd അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. K-Tet-ന് അപേക്ഷിക്കുമ്പോൾ 2ാം വർഷ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെന്ന സ്ഥാപന മേലധികാരിയുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ വെരിഫിക്കേഷന് കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ എന്താണ് നിർബന്ധമാണ്. നമ്മൾ K-Tet നേടിക്കഴിഞ്ഞു കഴിഞ്ഞാലും വെരിഫിക്കേഷന് പോകുമ്പോൾ അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ട് മാത്രമാണ് വെരിഫിക്കേഷനൊക്കെ പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അവസാന വർഷ വിദ്യാർത്ഥികൾക്കും K-Tet എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കാറ്റഗറി 1-ന്റെയും 2-ന്റെയും യോഗ്യതകളാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത് നോക്കിയത്. നമ്മളുടെ വിജ്ഞാപനത്തില് അതിന്റെ സിലബസ്, അതിന്റെ ചോദ്യങ്ങളുടെ നിലവാരം, അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് അതിനെ കുറിച്ച് അറിയണോ, പരീക്ഷയെ കുറിച്ച് അറിയണോ, അതെല്ലാം ഈ വിജ്ഞാപനത്തില് ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ കാറ്റഗറി ഹൈസ്കൂൾ ക്ലാസ്സുകൾക്ക് വേണ്ടി കാറ്റഗറി 3 കേരള യോഗ്യത എന്ന് പറയുന്നത് ഈ പരീക്ഷ നടത്തുന്നത് ഹൈസ്കൂൾ അസിസ്റ്റന്റ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, തമിഴ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഗണിതശാസ്ത്രം, ഇതൊക്കെ പല മേഖലകളാണ്. കാറ്റഗറി 3ക്ക് നമുക്കറിയാം വ്യത്യസ്ത സബ്ജക്റ്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അതിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്നത് ഒന്നാമത്തെ 45% മാർക്കോടെ BA BSc BCom യോഗ്യതയും അതേ വിഷയത്തിലുള്ള BEd ഡിഗ്രിയും ഉണ്ടായിരിക്കണം. അപ്പൊ BA ഉണ്ടാവണം, ഒപ്പം എന്താണ് BEdഉം ഉണ്ടാവണം. ഇത് കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അംഗീകാരമുള്ള ഇതര യൂണിവേഴ്സിറ്റികളിൽ നിന്നോ നേടിയ യോഗ്യത ആയിരിക്കണം. നമ്മൾ അപ്പോഴേ പറഞ്ഞതുപോലെ തന്നെ കേരള അംഗീകരിച്ചിട്ടുള്ളതായിരിക്കണം. അതല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റികളാവാം, പക്ഷെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ എന്താണ് അംഗീകരിച്ചിട്ടുള്ളതായിരിക്കണം അല്ലെ. ഇനി അടുത്തത് അതല്ലെങ്കിലോ ബിരുദാനന്തര ബിരുദത്തിന് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ BEdന് അഡ്മിഷൻ നേടി വിജയിച്ചവർക്ക് ബിരുദാനന്തര ബിരുദം PG അല്ലെ, അതിന് BEdന് അഡ്മിഷൻ നേടി വിജയിച്ചവർക്ക് K-Tet പരീക്ഷ എഴുതാവുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്കും എന്താണ് K-Tet പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തത് എന്താണ്, ഗണിതശാസ്ത്രം, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം ഈ വിഷയങ്ങളില് ഡിഗ്രി നേടിയവർക്ക് 50% മാർക്കിൽ കുറയാത്ത അതേ വിഷയത്തിലുള്ള MSc എഡ്യൂക്കേഷൻ
ഡിഗ്രി ഉണ്ടെങ്കിൽ കാറ്റഗറി 3 അപേക്ഷിക്കാവുന്നതാണ്. MSc ഉണ്ടെങ്കിൽ കാറ്റഗറി 3 എന്താണ്? അപേക്ഷിക്കാവുന്നതാണ്. NCERT നടത്തുന്ന മേഖലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ചവ ആയിരിക്കണം ഈ സർട്ടിഫിക്കറ്റുകൾ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സസ്യജന്തുശാസ്ത്ര വിഭാഗക്കാർക്കും 50% മാർക്കിൽ കുറയാതെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് നേടിയ ലൈഫ് സയൻസിലുള്ള MSc ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. സസ്യജന്തു സുവോളജിയും ബോട്ടണി ആ മേഖലകളിൽ പഠിച്ച ആളുകൾക്ക്, ശാസ്ത്ര വിഭാഗക്കാർക്കും 50% മാർക്കിൽ കുറയാതെ ഉള്ളത് അല്ലെ MSc ഉണ്ടെങ്കിൽ ആ ഡിഗ്രി ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാവുന്നതാണ്? ഇതിന് അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി 3ക്ക്. ഇനി അതുകൂടാതെ 45% കുറയാതെയുള്ള BA അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും LTTC DED ജയിച്ചവർക്കും കാറ്റഗറി 3 അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 അതിന്റെ യോഗ്യതകളെ കുറിച്ചായിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം, കേട്ടറ്റിന് തുല്യമായിട്ടുള്ള ചില യോഗ്യതകളൊക്കെ ഉണ്ട് അല്ലെ. ഇപ്പൊ CTETന്റെ പ്രൈമറി സ്റ്റേജ് അല്ലെങ്കിൽ ലെവൽ 1 പാസ്സായിട്ടുള്ള ആളുകളാണെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 1 അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ CTETന്റെ എലിമെന്ററി സ്റ്റേജ് അതായത് സെക്കൻഡ് ലെവല് പാസ്സായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കേട്ടറ്റിന്റെ കാറ്റഗറി 2 എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ CTET 1 ഇവിടുത്തെ കേട്ടറ്റ് 1 ഈക്വൽ ആണ്. അതുപോലെ തന്നെ CTET 2 കാറ്റഗറി 2 ഈക്വൽ ആണ്. അപ്പൊ അത് കിട്ടിയിട്ടുള്ള ആളുകൾ, CTET ലഭിച്ചിട്ടുള്ള ആളുകൾ കേട്ടറ്റ് എഴുതണമെന്നില്ല അല്ലെ, 1ഉം 2ഉം എഴുതണമെന്നില്ല. അതുപോലെ തന്നെ നെറ്റോ, സെറ്റ്, MPhil, PhD, MD ഈ യോഗ്യതകൾ നേടിയവരെ കേട്ടറ്റ് കാറ്റഗറി 1 മുതൽ 4 വരെ നേടുന്നതിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ. ഒഴിവാക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? നെറ്റ്, സെറ്റ്, MPhil, PhD, MD ഈ യോഗ്യതകൾ നേടിയിട്ടുള്ള ആളുകളെയാണ് കേട്ടോ കേട്ടറ്റ് കാറ്റഗറി 1 മുതൽ എത്ര വരെയാണ്, 4 വരെ നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ കേട്ടറ്റിന്റെ കാറ്റഗറി 3 വിജയിച്ചിട്ടുള്ള ആളുകൾ കാറ്റഗറി 2 നേടുന്നതിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ധാരാളം സംശയങ്ങൾ ചോദിച്ചു വിളിക്കുന്ന വീണ്ടും ഒരു മേഖലയാണത്. എനിക്ക് കാറ്റഗറി 3 ഉണ്ട്, ഇനി ഞാൻ കാറ്റഗറി 2 എഴുതണോ എന്നുള്ളതൊക്കെ. അപ്പൊ കാറ്റഗറി 3 കിട്ടിയവർക്ക് കാറ്റഗറി 2 എന്ത് ചെയ്യണമെന്നില്ല, നേടണമെന്ന് ഇല്ല അല്ലെ. അതുപോലെ തന്നെയാണ് കേട്ടറ്റ് കാറ്റഗറി 1ഉം 2ഉം ഇതില് ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ നമ്മൾക്ക് LPUP അധ്യാപന നിയമനങ്ങൾക്ക് എന്ത് ചെയ്യും, പരിഗണിക്കാവുന്നതാണ്. ഒരുപാട് ആളുകളുടെ വീണ്ടും ഉള്ളൊരു സംശയമാണ്, എനിക്ക് കേട്ടറ്റ് 1 ഉണ്ട്, LPUP എഴുതാനായിട്ട് സാധിക്കൂ? കേട്ടറ്റ് 1ഓ കേട്ടറ്റ് 2 ഇതിൽ ഏതെങ്കിലും ഒന്ന് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് LPUP അധ്യാപന നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ കേട്ടറ്റ് യോഗ്യതകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയ ബാച്ചുകളിലേക്ക് കേട്ടറ്റിനും LPUPക്കും ഒക്കെയുള്ള പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വിജ്ഞാപനം വന്നു കഴിഞ്ഞു. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇനി നമ്മളുടെ മുന്നിലുള്ളൂ പഠിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തീവ്രമായിട്ടുള്ള പരിശീലനം തുടങ്ങുക. ഒരു കോച്ചിങ് സെന്ററിന്റെ ബാക്കിംഗ് അപ്പോട് കൂടെ തന്നെ പഠനം മുന്നോട്ട് പോവുക. നമ്മളുടെ കോച്ചിങ് സെന്ററുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എയിം സ്റ്റഡി സെന്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് എടുത്തു പറയേണ്ടുന്ന കാര്യം നമ്മളുടെ വിജയത്തിനെ കുറിച്ച് തന്നെയാണ് അല്ലെ. കഴിഞ്ഞ 4 വർഷമായി കേരളത്തിൽ ചരിത്ര വിജയം സമ്മാനിച്ചുകൊണ്ട് മുന്നേറുന്ന എയിം സ്റ്റഡി സെന്റർ LPUPക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 250-ലധികം ആളുകളെ ആ മേഖലയിലേക്ക് അല്ലെങ്കിൽ വിജയിപ്പിക്കാൻ സാധിച്ചു. കേട്ടറ്റിനാണെങ്കിൽ 500-ലധികം ആളുകളാണ് നമ്മുടെ സെന്ററിൽ നിന്നും ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഒട്ടും വൈകിക്കാതെ തന്നെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരൂ. നിങ്ങളെ വിജയിപ്പിക്കാൻ, ക്വാളിഫൈ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്.
അന്നന്ന് നിങ്ങൾക്ക് പുതിയ വാർത്തകൾ KTET-നെ കുറിച്ചും LPUP-യെ കുറിച്ചും ജനറൽ PSC-യെ കുറിച്ചും ഒക്കെയുള്ള അപ്ഡേഷൻസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതിനായിട്ട് എയിം സ്റ്റഡി സെന്ററിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഇൻഫർമേഷൻസ് വളരെ വാല്യുബിൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി KTET-നും LPUP-ക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.